ഹായ് കൂട്ടുകാരെ, സിമാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കൂൺ ബിരിയാണി ഉണ്ടാക്കാവേ. കൂൺ ബിരിയാണി എന്ന് പറയുമ്പോൾ മഷ്റൂം വെച്ച് ബിരിയാണി ഉണ്ടാക്കുക. മഷ്റൂം എന്ന് പറയുമ്പം ചിപ്പി മഷ്റൂമാണ് എടുക്കുന്നത്. എനിക്ക് ചിപ്പി മഷ്റൂമിൽ കൃഷിയുണ്ട്. അതുകൊണ്ട് നമ്മളതിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മഷ്റൂം, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിപ്പഴം, പിന്നെ ശകലം പുതിനയില എടുക്കുന്നുണ്ട്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കർ ചൂടാകുമ്പോൾ നമുക്കതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് തക്കോലും ഏലക്കയും ഗ്രാമ്പുവും പട്ടയും ഇതും കൂടിയിട്ട് നമ്മൾ ചെറുതായിട്ട് മൂപ്പിക്കും. ചെറുതായി മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മളൊരു സവാള ഇടുക. സവാള തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. ചെറിയൊരു ഗോൾഡൻ കളറാവുന്നേരം നമ്മൾ ഇളക്കണം. ഗോൾഡൻ കളറാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണേ, ചതച്ചതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നേരം ഇളക്കി കൊടുക്കുക. കൂട്ടുകാരെ, സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? അത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മഷ്റൂം വെച്ച് ഞങ്ങളിവിടെ വേറെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മഷ്റൂം കുറുമ ഉണ്ടാക്കും, മഷ്റൂം തീയൽ വയ്ക്കും, മഷ്റൂം മസാലക്കറി വയ്ക്കും, മഷ്റൂം ഫ്രൈ ചെയ്യും, തോരൻ വയ്ക്കും. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. ഇവിടെ എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളി ഇട്ട് അത് ചെറുതായിട്ട് ബ്രൗൺ കളറാവും തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളിപ്പഴം, വലിയ തക്കാളിയാണേ, തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക. തക്കാളിപ്പഴം നന്നായിട്ടിട്ട് ഇളക്കി വഴറ്റണം. അത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എത്രയേ ചേർക്കണുള്ളൂ അത് ഇട്ട് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നേരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുമ്പോൾ നമുക്കതിനകത്ത് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം വെള്ളമാണ്, കൂടുതൽ വെള്ളമാണല്ലോ അതിനകത്തുള്ളത്. മഷ്റൂം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് ബിരിയാണി അല്ലേ, അപ്പോൾ റൈസ് വേണ്ടേ. അപ്പം കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. അത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വയ്ക്കുവേ. അരി നമ്മൾ നല്ലതായിട്ട് കഴുകി വാരി വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മഷ്റൂം തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അരി വേകണ്ടേ, അതിന് വേണ്ട ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത്, സവാള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ശകലം ഇടാം, വേണമെങ്കിൽ ഇടാം, പിന്നെ ഇട്ടാലും മതി. നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുക്കർ നല്ലതായിട്ട് അടച്ച് വയ്ക്കാം. 1 വിഷിൽ മതിയേ. ഒറ്റ വിഷിലടിക്കുമ്പോഴേ തീ ഫുള്ളിട്ട് കൊടുത്തു. ഒറ്റ വിഷിലടിക്കുമ്പോഴേ ബിരിയാണി റെഡിയാവും. നല്ലതായിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് നല്ലതായിട്ട്. എല്ലാവരും ഇത് കാണണേ, ട്രൈ ചെയ്ത് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇളക്കി റെഡിയാക്കി വയ്ക്കുകയാണേ. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു? എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നുകൂടെ പറഞ്ഞതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ പറഞ്ഞു, എന്നാലും റൈസ് ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ല റൈസാണ് കൈമ റൈസ്. നല്ലതാണ്, ചെറിയ അരി,
സൂപ്പറാണ്, ടേസ്റ്റും ഒക്കെയുണ്ട്. നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ. ബിരിയാണിക്ക് പ്രത്യേകിച്ച് നമ്മൾ കറിയൊന്നും ഉണ്ടാകും. ചിലപ്പോൾ മയണൈസ്, പപ്പടം, സലാഡ്, എന്തെങ്കിലും ഒന്ന്. കുട്ടികൾക്ക് അതൊന്നും വേണ്ട, അവർക്കിത് മാത്രം മതി. ഇത് വേവിച്ചും കൊടുത്താൽ മതി. അവർക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ചേർക്കാം കേട്ടോ, അത് ഞാൻ മറന്നുപോയി പറയാം. നമുക്ക് വെജിറ്റബിൾ ചേർക്കാം, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയുള്ള നമ്മൾ സാധാരണ ചെയ്യുന്നതിനകത്ത്. പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ഇടാം. ഞാനിവിടെ ഇതൊന്നും ഇട്ടില്ല, ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. അവർക്കത് ഇട്ട് കൊടുത്താൽ അവരത് നുള്ളിപ്പുറയ്ക്ക് അപ്പുറത്ത് വയ്ക്കും. അതുകൊണ്ട് വേണ്ട, ഒറ്റ വിഷിലും മതി. ഓക്കെ, റെഡിയായി. നമുക്ക് അതിൻ്റെ എയർ പോയി കഴിയുമ്പോൾ തുറക്കാം. നമ്മുടെ ബിരിയാണി റെഡി. എൻ്റെ കുഞ്ഞു മക്കളെ കണ്ടോ, അവളെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് പറയുമോ, കൂട്ടുകാരെ എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവരിത് കഴിക്കാൻ വേണ്ടിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമത്. കണ്ടോ, ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കുകയോ അടിയിൽ വെള്ളമൊന്നുമില്ല. കറക്റ്റ് ഇതാണേ, കറക്റ്റാണിത്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് വിളമ്പാവേ. പാത്രം മോളിങ്ങനെ നോക്കിയിരിക്കുക, അതിൻ്റെ അടുത്താൾ മോടെ കുഞ്ഞുങ്ങളാണേ. അപ്പോൾ നമ്മൾ ബിരിയാണി ചൂടോടെ നമ്മൾ പാത്രത്തിലേക്ക് കോരി വയ്ക്കുകയാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.